എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസത്തിന് എനിക്കൊന്നൊരു മാസത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ കുറവാണ്. കാരണം ഞാനിപ്പോൾ വിചാരിക്കുന്നത് കുറച്ചും കൂടി ഷോർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിലിടക്കാണ് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വ്ളോഗായിട്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇങ്ങനെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിലോ അങ്ങനെയൊക്കെ. അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും, ഒരു ഹോൾ വീഡിയോ ആണ്. അപ്പം മീഷോന്ന് ഞാൻ ഈയിടെയായിട്ട് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു അതൊക്കെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ, അത് കുറച്ചൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്, ബാക്കിനെ അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇത്രയും സാധനങ്ങൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്തില്ല, അപ്പോൾ അതൊരു ഹോൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ദിവസം ഉറങ്ങിയ ടൈമിൽ പെട്ടെന്ന് ടക്കെന്ന് എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് കുറേ സാധനം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ എടുത്തു വെച്ച ഷോർട്സിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലത് 1-2 പ്രോഡക്റ്റ് എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം സൈസ് ഇഷ്യൂ, ഒന്ന് ചെറിയൊരു ഡാമേജ് ഇഷ്യൂ അങ്ങനെയുള്ളതുകൊണ്ട്. മീഷോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മീഷോയിൽ ഡെയിലി പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാം, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ ഇപ്പം വരുന്നത്. റെയറായിട്ടാണ് എന്താ പറയണ്ടേ, പ്രൊഡക്റ്റ് മാറിയിട്ടോ അല്ലെങ്കിൽ നല്ല ഡാമേജ് ആയിട്ടൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈസി റിട്ടേണും അതുപോലെ തന്നെ എക്സ്ചേഞ്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡാമേജ് പ്രൊഡക്റ്റ് ഒന്ന് വരുന്നത്. ഡാമേജ് അല്ല, ആക്ച്വലി അത് യൂസ് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്ത്, പക്ഷെ അത് പൊട്ടിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഡാമേജ് തന്നെ പറയാം, അങ്ങനെയാണുള്ളത്. ഒന്ന് സൈസ് ഇഷ്യൂ. ഇതിന് മുന്നേ ഞാനൊരു ടോപ്പ് വാങ്ങിയിട്ട് സൈസ് ഇഷ്യൂ കൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ വേറെ സൈസ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ വന്ന് നമ്മളിങ്ങനെ ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം അപ്പം തന്നെ റിട്ടേൺ പൈസ വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് ഇപ്പം ഞാൻ എക്സ്ചേഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് ആ പ്രൊഡക്റ്റ് എന്തായാലും വേണം, കാരണം അത് അത്രയ്ക്കും അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും വെച്ച് നീട്ടുന്നില്ല, നമുക്ക് പെട്ടെന്ന് ഓരോ സാധനമായിട്ട് നോക്കി പോകാം. ആ ദിവസം ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുമ്പേ നോക്കി വീഡിയോ ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്സസറീസും കാര്യങ്ങളാണ് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആക്ച്വലി ഇവിടെ ടി നഗറൊക്കെ പോയി നോക്കി ഞാൻ ഉദ്ദേശിക്കുന്ന എക്സാക്ട് സാധനം ഉണ്ടോയെന്ന്. പക്ഷേ അവിടെ പോലും നല്ല പ്രൈസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും മീഷോയിലും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നോക്കുമ്പം എനിക്കിപ്പോൾ നാട്ടിൽ ഞാൻ ഇപ്പം ഈ മാസത്തിൽ തന്നെ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഡെലിവറി കിട്ടണം. അപ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ കറക്റ്റ് ഞാൻ മനസ്സിൽ വിചാരിച്ചതേ പ്രൊഡക്റ്റ് കണ്ടു. വരുമ്പോൾ എന്താവും നല്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ആക്സസറീസ് മീഷോന്ന് ഓർഡർ ചെയ്യുന്നത്. പക്ഷെ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയാം. അടിപൊളി പ്രൊഡക്റ്റാണ്. എന്താ പറയുക, ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്തായിട്ടുള്ളതാണ്. അപ്പം ഞാനത് ഓരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതായി ഈ ഒരു മാല കമ്മൽ സെറ്റായിട്ട് വരുന്നതാണ്. ഇത് എനിക്ക് ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് അതിന് പെയറായിട്ട് യൂസ് ചെയ്യേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പം ഞാൻ എന്താണോ ആ ഒരു, നമ്മൾ എപ്പോഴും ആക്സസറീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മീഷോയിൽ എന്ത് സാധനം ആയിക്കോട്ടെ പർച്ചേസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഓർഡർ ചെയ്യുമ്പം ആദ്യം തന്നെ റേറ്റിംഗ് മാത്രം നോക്കി ചാടിക്കയറി ഓർഡർ ചെയ്യാൻ പാടില്ല. നമ്മൾ റേറ്റിംഗ് നോക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർ താഴെ റിവ്യൂസ് ഇട്ടിട്ടുണ്ടാവും. അതായത് ഓരോ പ്രോഡക്റ്റ് ഓരോരുത്തർ വാങ്ങിയ ഫോട്ടോസ് ആയിക്കോട്ടെ റിവ്യൂസ് ആയിക്കോട്ടെ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ആ മാക്സിമം ഫോട്ടോസ് ഉള്ളത് വീഡിയോസ് ഉള്ളത് നോക്കണം റിവ്യൂ. കാരണം അതിനകത്ത് എങ്ങനെയാണ് ആ പ്രോഡക്റ്റ് എക്സാക്ട് ലുക്ക് ഉള്ളത് എന്നൊക്കെ നമുക്ക് ആ റിവ്യൂ ഒന്ന് മനസ്സിലാവും. അങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് അതുപോലെ തന്നെ 2-3 ഫോട്ടോസ് ഉണ്ട്, പക്ഷെ അതിലെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് സൈഡിൽ കൊടുക്കാം. ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഉള്ള പ്രൈസ് ആയിരിക്കുമല്ലോ ചിലപ്പോൾ ഇപ്പം, അതുകൊണ്ട് റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഇതിനൊരു 300 സംതിങ് എന്തോ രൂപയായിരുന്നു ഈ ഒരു സെറ്റ് ഓഫ് പെയറിനുണ്ടായിരുന്നത്. ഞാനിവിടെ ടി നഗറിലൊക്കെ പോയപ്പോൾ ഇതേ സാധനത്തിന് വെച്ചാൽ എനിക്ക് ഇത്ര പെർഫെക്ഷൻ ഇല്ല. ആ ഒരു സാധനത്തിന് 400 സംതിങ് റേറ്റിലുള്ള ആ ഒരു മാലയും കമ്മലുമായിരുന്നു. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എന്താ പറയുക, ഞാൻ ഉദ്ദേശിച്ച അതേ സാധനം കിട്ടി. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കമ്മൽ വരുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കമ്മൽ വരുന്നത്. അപ്പോൾ അടിപൊളി കമ്മലാണ്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത്. അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ഈ സ്റ്റോണ് വരുന്നത് ഞാൻ എൻ്റെ ഡ്രസ്സിന് കണക്കായിട്ടുള്ള ആ ഒരു കളർ വെച്ചിട്ട് സ്റ്റോണ് എടുത്തതാണ്. അതിലല്ലാണ്ട് നിങ്ങൾക്ക് പല കളറും ഉണ്ട്. ഒരുപാട് കളറുണ്ട്. എനിക്ക് തോന്നുന്നൊരു
5-6 കളറൊന്നുമല്ല, അതിനും മുകളിൽ കളർ വെറൈറ്റീസ് മീഷോയിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി പർച്ചേസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മാല ഗൈസ് ഒരു രക്ഷയില്ലാത്ത, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പ്രീമിയം ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി മാലയാണ്. ഇതാ എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഇതിൻ്റെ ഒരു പെൻഡൻ്റ് ആണെങ്കിലും നല്ല ഒരു മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു സ്റ്റോണാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഡ്രസ്സ് വരുന്നത് വി നെക്ക് പോലെയാണ്. അപ്പം ഇങ്ങനെ ഒരു പെൻഡൻ്റുള്ള മാലയാകുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവും. കുറച്ച് ഹൈ നെക്കാണ് അതിന്. അപ്പം ഇങ്ങനെ വരുമ്പം അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ അടിപൊളിയാണ്. റേറ്റ് കുറച്ച് റേറ്റ് ഉണ്ട്, കാരണം 300 രൂപ എന്നൊക്കെ പറഞ്ഞ റേറ്റ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു നല്ല ഫംഗ്ഷനൊക്കെ നല്ല മാല നോക്കുന്നുണ്ടെങ്കിൽ ഇത് സൂപ്പർ ക്വാളിറ്റിയാണ്. ആക്സസറീസ് വാങ്ങി നോക്കാത്തവർക്ക് ഇത് മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഞാൻ റേറ്റും കാര്യങ്ങളും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു ഹെയർ ആക്സസറി ആണ്. അപ്പം ഇതിന് പറയുന്നത് ടിയാര എന്നാണ് പറയുന്നത്. നമ്മളൊരു ബോക്കെ ആയിട്ട് നമ്മൾ ഈ ഹെയർ എക്സ്റ്റൻഷനൊക്കെ വെക്കുമ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ബ്രൈഡ്സിനാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുക, ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതാക്കണ്ടോ, ഇത് ശരിക്കും ക്രിസ്റ്റൽ സാധനം, ഒരു സ്റ്റോൺ കൊണ്ട്, അതുപോലെ തന്നെ ബീഡ്സ്. പിന്നെ ഇത് വരുന്നത് നമ്മളെ ഒരു എന്താ പറയുക, ഇരുമ്പിൻ്റെ ടൈപ്പ്, ഇങ്ങനെ ചെറിയൊരു കമ്പി പോലത്തെ ഇല്ലേ, അങ്ങനത്തെ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റും, ഈ സ്റ്റോണിന് ഭയങ്കര വെയിറ്റാണ്. ഭയങ്കര രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ടും. നല്ല ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ അതേ ഫംഗ്ഷന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് ഞാൻ ഇവിടെ പുറത്ത് മാർക്കറ്റിൽ ചോദിച്ചപ്പോൾ ഒരു 300-350 റേറ്റ് വന്നിട്ടുണ്ട്. എനിക്കിത് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 100 സംതിങ്ങിനാണ്. ഇപ്പം അതിന് റേറ്റ് കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 190 അങ്ങനെ റേഞ്ച് ആയിരുന്നു. ഞാൻ ജസ്റ്റ് പ്രൈസ് കൊടുത്തൊക്കെ എനിക്ക് കറക്റ്റ്, കാരണം എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അറിയില്ല പ്രൈസ്. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പ്രൈസിനും ഭയങ്കര വേർത്താണ്. കാരണം ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ഒരു സിമ്പിളായിട്ടില്ല, അധികം വെയിറ്റ് ഒന്നുമില്ല. പക്ഷെ ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് സാധനം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് നമ്മൾ എക്സ്റ്റൻഷനൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഹെയറിൻ്റെ ബാക്കിലായിട്ട് വെച്ച് കൊടുക്കുന്ന സാധനമാണ്. കുറച്ച് വലുതാണ്, അത് നല്ലതാണ് ചിലവർക്ക്. പക്ഷെ ഇത്ര സൈസ് എനിക്ക് വേണ്ട. അത് നമുക്കിപ്പോൾ ഇവിടെ സൈഡിൽ വെച്ച് കട്ട് ചെയ്യോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുകയോ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഐറ്റം. അപ്പോൾ അടുത്തത് വന്നിട്ടുള്ളത് ആക്സസറീസ് അല്ല, അതിന് പുറമെ ഞാനൊരു ഹെയർ എക്സ്റ്റൻഷൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ മുന്നേ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ടിക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന ടൈപ്പാണ്. അതായത് ടിക്ക് ചെയ്തിട്ട് ഹെയറിൽ അങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന ടൈപ്പ്. പക്ഷേ ഇത് വന്നിട്ട് ക്ലിപ്പ് ചെയ്യുന്ന ടൈപ്പുള്ള, എനിക്ക് ഇതേ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. അപ്പം ഞാൻ ആദ്യം അതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിങ്ങനെ നല്ലൊരു പാക്കിങ്ങിൽ ആണ് വന്നിട്ടുള്ളത്. ഇത്രയാണ് ലെങ്ത് വരുന്നത്. അയ്യോ, ഇങ്ങനെയാണ്. ഇത് നല്ല ഒരു സെക്യൂർ ആയിട്ട് മറ്റേ ഈ ഒരു നെറ്റിലൊക്കെ പൊതിഞ്ഞ് നല്ല അടിപൊളിയാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത് ഇത്രയാണ്. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ഓപ്പോസിറ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലെങ്ത് വരും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇതാണ് ഞാൻ പറഞ്ഞ ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വേറൊന്നല്ല, ഇതിൻ്റെ ഹെയറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മൾ ഈ ബൊമ്മേൻ്റെ മുടി പോലത്തെ മുടിയോ കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് ഒറിജിനൽ ഹെയർ പോലെ തോന്നിക്കുന്ന നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള അടിപൊളി ഹെയറാണ്. നല്ല കേൾസാണ്. കണ്ടോ, നിങ്ങൾ കണ്ടോ ഈ കേൾസിന്? നല്ല കേൾസാണ്. അപ്പം അത് മാത്രമല്ല, ഞാൻ വിചാരിച്ച അതേ സൈസും അതേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രാബ് ടൈപ്പ് ക്ലിപ്പാണ്. കാരണം ഇങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ ക്രാബ് പോലെയാണെന്നത് കണ്ടോ. അപ്പോൾ ഇതിന് ഇപ്പുറത്ത് മാത്രമേ ആ ഒരു ഇങ്ങനെ അമർത്തുന്ന സാധനമുള്ളൂ. ഈ വശത്ത് കണ്ടോ ഈ ഒരു കമ്പി, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കണ്ടോ, ഒരു കമ്പി ഇങ്ങനെ പൊങ്ങി നിൽക്കുക. അപ്പം ഇങ്ങനെ അമർത്താൻ പറ്റുന്നില്ല. അതാണ് നമുക്കിത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വലിച്ചിട്ടൊക്കെ കുത്താം. പക്ഷെ അതിന് ആവശ്യമില്ലല്ലോ. ഞാൻ ജസ്റ്റ് എക്സ്ചേഞ്ച് നോക്കിയപ്പം അവർ എക്സ്ചേഞ്ച് അപ്രൂവ് ആയിട്ടുണ്ട്. സെയിം പ്രൊഡക്റ്റ് വരുന്നാണ് കാണിച്ചത്, ഷിപ്പ് ചെയ്തത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര അവരെ പാക്കിംഗ് ആണ് പറയേണ്ടത്. നല്ല സൂപ്പർ പാക്കിംഗ് ആണ്. കണ്ടോ, നെറ്റിലൊക്കെ കവർ ചെയ്ത് നല്ല അടിപൊളി പാക്കിംഗ് ആണ്. എന്തായാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ചേഞ്ചിന് കൊടുത്തത്, റിട്ടേൺ കൊടുക്കാതിരുന്നത്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് റേറ്റ്, സത്യം പറഞ്ഞാൽ എനിക്ക് റേറ്റ് മറന്നുപോയി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 300 റേഞ്ചോ 200 റേഞ്ചോ അങ്ങനെയേ ഉള്ളൂ. 250 മേലെ ഒരു 300-നുള്ളിൽ അങ്ങനെ വരുന്ന, 300-നുള്ളിലല്ല ഒരു 400-നുള്ളിൽ വരുന്ന ആ ഒരു റേഞ്ചാണ്. ഞാൻ ജസ്റ്റ് പ്രൈസ് കൊടുത്തേക്കാം. ആ ഒരു റേഞ്ചിന് ഭയങ്കര പോയിട്ടാണ്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ എക്സ്റ്റൻഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു 1000 റുപ്പീസിനോ
എബോവ് 1000 ആയിരുന്നു. പക്ഷെ അതിനേക്കാളും നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു സാധനത്തിൽ വന്നിട്ട്. നമ്മൾ മീഷോ എന്നാണെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക മറ്റേ ബാബി ഡോളിൻ്റെ ഒക്കെ ഹെയർ പോലത്തെ ആയിരിക്കുന്നു. അങ്ങനെ നല്ല അടിപൊളിയാണ്. നമുക്ക് ഇനി അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അതുപോലെ അതിനിപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഭയങ്കര എക്സ്ചേഞ്ച് അടിപൊളിയാണ്. മീഷോയിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റിൽ പോയി കഴിഞ്ഞാൽ താഴെ റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് ഉണ്ടാവും. അതിനകത്ത് നമ്മൾ പ്രശ്നം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ റിട്ടേണിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മുടെ വാലിഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അവർ പെട്ടെന്ന് തന്നെ റിട്ടേണും എക്സ്ചേഞ്ചും ഒക്കെ അവൈലബിൾ ആണ്. എനിക്ക് മീഷോയിൽ അടിപൊളിയായിട്ട് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ അടുത്തത് വന്നിട്ട് ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 300 സംതിങ് ആണ്. റേറ്റ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പം ഇതാണ് ഡ്രസ്സ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. കാരണം ഇതെനിക്കിപ്പോൾ ഇരുന്നിട്ട് ഫുൾ ലെങ്ത് കാണിച്ചു തരാൻ പറ്റില്ല. ഇതൊരു മുട്ടിന്റെ താഴെ ലെങ്ത് വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പുള്ള ഒരു ഡ്രസ്സാണ് ഇത് വരുന്നത്. ഇതിന് ഇതാ സ്ലീവ്ലെസ് ആണ്. സ്ലീവ്ലെസ് എന്ന് വെച്ചാൽ നമുക്ക് ഇത്ര സ്ലീവ് വരും, വേറെ എക്സ്ട്രാ സ്ലീവ്സോ കാര്യങ്ങളോ ഒന്നും ഉള്ളിലില്ല. പിന്നെ അതുപോലെ തന്നെ 2 സൈഡും വീനെക്കാണ്. ഫ്രണ്ടും ബാക്കും ഒരേ ടൈപ്പാണ്. പിന്നെ ചെറിയൊരു ലേസ് വർക്കാണ് ഇതിൻ്റെ തെറ്റത്ത് വരുന്നത്. കഴുത്തിൻ്റെ ഭാഗത്ത് സെയിം ലേസ് വർക്ക് ബാക്കിലും അതുപോലെ തന്നെ വരുന്നുണ്ട്. പിന്നെ കൈയുടെ തെറ്റത്ത് പോകുന്നില്ല, ജസ്റ്റ് ലോക്ക് ചെയ്തിട്ട് അടിച്ചത് മാത്രം. പിന്നെ നമ്മൾ ഈ വയറിൻ്റെ ഈ ഭാഗം വരുന്നില്ലേ, അത് തൊട്ട് താഴോട്ട് ഒരു ഫ്രില്ല് പോലെ ജസ്റ്റ് അതേ മെറ്റീരിയൽ കൊണ്ട് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കുറക്കണം എന്നാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇവിടെ ഒരു ഫ്രില്ല് വരുന്നുണ്ട്, പിന്നെ ഒരു നടുക്കൊരു ഫ്രില്ല് വരുന്നുണ്ട്, മുകളിൽ വരുന്നുണ്ട്. ഇതിൽ താഴത്തെ ഒരു ഫ്രില്ല് അയച്ചു കൊടുത്താൽ നമുക്കിപ്പോൾ മുട്ടോടെ ഈ ഡ്രസ്സ് വേണമെങ്കിലും അത്രയാക്കാം. അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ആ അടിപ്പൊന്ന് അയച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ ഞാൻ സൈഡിൽ കൊടുക്കാം. നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ ഓർഡർ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും അടിപൊളിയായിരുന്നു. ഒരുപാട് പേര് മീഷോയിൽ വാങ്ങിയിട്ടുള്ളൊരു ഡ്രസ്സാണിത്. അല്ലാണ്ട് ഞാൻ ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളൊക്കെ റിവ്യൂ ഇട്ടത് കണ്ടിട്ടുണ്ട്. ഇതിൽ പ്രൊഡക്റ്റിൽ കാണുമ്പോൾ എന്ന് വെച്ചാൽ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ചും കൂടെ ഈ ഒരു കളർ, അതായത് ഈ ഒരു പീച്ച് അല്ല റെഡ്, ഒരുമാതിരി കളറാണ്. പീച്ച് റെഡ് വരുന്നത്, ഡാർക്ക് പിങ്ക് പോലത്തെ ഒരു കളറാണ്. അപ്പോൾ ആ ഒരു കളറ് എടുത്ത് കാണിക്കുന്നതാണ് ഈ ഫോട്ടോയിലുള്ളത്. പക്ഷേ നമുക്ക് കിട്ടുമ്പോൾ കുറച്ച് വൈറ്റ് ആണ്, കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്ന പോലെ തോന്നുന്നത്. അത് മാത്രമേ എനിക്കൊരു വ്യത്യാസമായിട്ട് തോന്നുള്ളൂ. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് അതാണ് പ്രത്യേകത. ഇട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുത്താൽ ഞാൻ ഓർഡർ ചെയ്തത് ലാർജ് എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഇടാം. അപ്പോൾ അതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇനി അടുത്ത പ്രൊഡക്റ്റ് എനിക്ക് വേണ്ടിയിട്ടില്ല, ഞാൻ ആദൂസിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു. ഇതാണ് ഞാൻ ഇനി എക്സ്ചേഞ്ചിന് കൊടുത്ത ബോറൊന്ന്. ഇത് ആദൂസിന് ആക്ച്വലി ഞാൻ ഇവിടെ കുറേ സ്ഥലത്ത് ക്രോക്സ് നോക്കി, അവൻ്റെ സൈസിൽ ഇല്ല. പക്ഷെ മീഷോയിൽ കുറേ ആദ്യ സൈസിലുള്ളതുണ്ട്. ഇവന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു 9 to 12 months. 9 to 12 months ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദൂസിന് അത്ര വലിപ്പം വേണ്ട. അവനിപ്പോൾ അതാ ഏജിലാണെങ്കിലും അതിൽ കുറച്ചേ ഉള്ളൂ. ഞാനൊന്ന് പരീക്ഷണാർത്ഥം ഓർഡർ ചെയ്ത് നോക്കിയതാണ്. ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാം. ഇതാണ് ക്രോക്സ് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം സോഫ്റ്റ് ആണ്. പക്ഷേ ഇത് അവന് ഭയങ്കര വീതി കൂടുതലാണ്. ഈ വീതി കണ്ടോ, ഭയങ്കര കൂടുതൽ. പിന്നെ നീളം കുറച്ച് കൂടുതലാണ്. അതാണ് ഈ ഒരു ക്രോക്സിൻ്റെ പ്രശ്നം വന്നത്. അതുകൊണ്ടാണ് ഞാൻ എക്സ്ചേഞ്ചിന് കൊടുക്കാൻ മെയിൻ കാരണം ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. നമ്മൾ ഇവിടെ തന്നെ ടി നഗറൊക്കെ പോയിട്ട് അവൻ്റെ സൈസിൽ ഇല്ലെങ്കിലും ക്വാളിറ്റി ഭയങ്കര പോക്കാണ്. റേറ്റ് കുറവാണെങ്കിലും ക്വാളിറ്റി ഭയങ്കര പോക്കാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 200 സംതിങ് ആണ്. ഞാൻ സൈഡിൽ റേറ്റ് കൊടുക്കുക. അപ്പോൾ ഇതാണ് ക്രോക്സ്. ഇത് ഞാൻ എക്സ്ചേഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. എക്സ്ചേഞ്ച് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് എനിക്ക് മാറ്റി ചെയ്യാനുള്ള സമയം ചിലപ്പോൾ അപ്പോൾ ഉണ്ടോ എന്നറിയില്ല. 14 ഡേറ്റ് കാണിച്ചത്. ഞാനൊരു 23 22 ഇവിടുന്ന് പോകണം. അപ്പോൾ അഥവാ മേ ബി ഡിലേ ആയിട്ടുണ്ടെങ്കിൽ ഡെലിവറി, അപ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇത് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത്. സെയിം പ്രോഡക്റ്റ് ഞാൻ എക്സ്ചേഞ്ചിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്സിൽ ഇടാം. അപ്പോൾ ഗൈസ്, അതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇനി അടുത്തത് ഒരു കേർട്ടനാണ്. കേർട്ടൻ്റെ ഒരു സെറ്റാണ്. ഇത് ഞാൻ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം, മീഷോയിൽ എനിക്ക് ഇതുവരെ ഓർഡർ ചെയ്തിട്ട് എനിക്കൊരു അബദ്ധം പറ്റില്ല. അവർ ഈ ഹെയർ എക്സ്റ്റൻഷനിൽ മാത്രം അത് അബദ്ധം എന്ന് പറയാൻ പറ്റില്ല. അതിനുള്ളിൽ അത് കാണാൻ പറ്റില്ല, നമുക്ക് വിസിബിൾ അല്ല. ബാക്കി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ക്വാളിറ്റി മീൻസ് ഹെയറിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ.
അപ്പോൾ എനിക്ക് ഇതുവരെ അങ്ങനെ അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് കിട്ടിയൊക്കെ നല്ല പ്രൊഡക്റ്റാണ്. അതിലെനിക്ക് കുറച്ചും കൂടി ഡബിൾ ബെനിഫിറ്റ് എന്നൊക്കെ പറയില്ല, ലോട്ടറി അടിക്കാൻ പറയില്ല, അതുപോലെ കിട്ടിയൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടൺ. ഞാൻ ആക്ച്വലി ഒരുപാട് കാലമായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ച് കാർട്ടിലിട്ട് വെച്ചിട്ട് ഞാൻ റിവ്യൂസ് ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ജസ്റ്റ് സൈഡിൽ കൊടുത്തേക്കാൻ പ്രൊഡക്റ്റ് ഏതാണ്, വൈറ്റ് കേട്ടൺ ആണ്. വൈറ്റ് കേട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീ ത്രൂ ആണ് കാര്യങ്ങൾ, നെറ്റിൻ്റെതാണ്. നെറ്റ് എന്ന് വെച്ചാൽ ക്വാളിറ്റിയിലെ നെറ്റാണ്, അല്ലാണ്ട് നമ്മൾ ഈ കണ്ടിൻ്റെ വല പോലത്തെ കിണറിനിടുന്ന വല പോലത്തെ സംഭവമല്ല. കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതിൽ പാറി പോകുന്നതല്ല, അത്യാവശ്യം വെയിറ്റുള്ള സംഭവമാണ്. അപ്പോൾ ആ ഒരു കർട്ടൻ ഞാൻ 7 ഫീറ്റിൻ്റെ, അതായത് നമ്മുടെ ജനലിനല്ലാണ്ട് ഒരു വാതിലിൻ്റെ സൈസിലുള്ള 7 ഫീറ്റിലുള്ളതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒരു സെറ്റ്, അതായത് 300 സംതിങ് രൂപയാണ് അതിന്. ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എത്ര റേറ്റ് എന്ന് എനിക്ക് അറിയില്ല, 300 200 അങ്ങനെ എന്തോ റേഞ്ച് വരുന്നത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ റേറ്റ് സൈഡിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു റേഞ്ചിലായിരുന്നു കേർട്ടൺ വന്നിട്ടുള്ളത്. ആ ഒരു റേഞ്ചിന് 4 പീസാണ് വരുന്നത്. അതായത് നമുക്ക് 1 2 3 4, അത് നമുക്ക് ഒരു വിൻഡോക്ക്, വലിയ വിൻഡോക്ക് കണക്കായിട്ടുള്ള സംഭവമാണ് വരുന്നത്. പക്ഷെ അത് നമുക്ക് ചെറിയ വിൻഡോ ആണെങ്കിൽ 2 വെച്ച് ഇടാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത്തും ഒക്കെ ഉണ്ട്, നല്ല അത്യാവശ്യം. അപ്പോൾ അത് വന്നപ്പോൾ എനിക്ക് എക്സ്ട്രാ ഒരു പീസും കൂടി വന്നു. അതായത് 7 ഫീറ്റിന് 4 ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 5 ഫീറ്റിന് 4 കൂടി എക്സ്ട്രാ വന്നു. ടോട്ടലി 8 പീസായി. അതെന്താ അങ്ങനെ സംഭവിച്ചത് എനിക്കറിയില്ല, അബദ്ധത്തിൽ വന്നാണെന്ന്. ഇപ്പോൾ നമ്മൾ തിരിച്ചയക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടി. അതിൻ്റെ ഫോട്ടോസ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, വീഡിയോസ്. അപ്പം അതെനിക്കൊരു ഭയങ്കര ഭാഗ്യമായിട്ട് വന്നു. അതാണ് കേട്ടൻ്റെ കാര്യം. കേട്ടൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ റേറ്റിങ്ങും റിവ്യൂസും ഫോട്ടോസും നോക്കിയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ആ ഫോട്ടോസിൽ എന്താണോ കണ്ടത് അതേ സാധനമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കതിൽ ഒരു നിരാശയില്ല. പിന്നെ കുറച്ചും കൂടി നല്ലത് കാര്യം ആയിരുന്നേ ഉള്ളൂ. ഒരു കേട്ടനും കൂടി എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി കിട്ടിയതുകൊണ്ട് ടാലിയായി. അപ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റി വ്യത്യാസം വരും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ വൈകുന്നേരം വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇപ്പം സൂര്യൻ പോയി ലൈറ്റ് മൊത്തം പോയി. ഞാൻ റിംഗ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു ഡാർക്ക് അടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. അടുത്തത് കുറച്ച് വലിയ പ്രൊഡക്റ്റ്. ആക്ച്വലി ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇനി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അയ്യോ കണ്ടോ, ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാൻ ജസ്റ്റ്. ഇത് ഞാൻ ലോണ്ടറി ബോക്സ് ആണ് കേട്ടോ. ഇത് ലോണ്ടറി ബോക്സ് ആയിട്ട് അധികം ആൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ക്ലോത്തും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തത് അലക്കാനുള്ളത് ഇട്ട് വെക്കാനും അല്ലാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ്. അപ്പോൾ ഈ ഒരു ബോക്സിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് കാലം കാർട്ടിലിട്ട് വെച്ച വെറൈറ്റി ആയിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ആവശ്യം വന്നത്. കാരണം ആദൂസിൻ്റെ ടോയ്സ് ഫുള്ള് നമ്മൾ ഈ കവറിലൊക്കെ ഇട്ട് വെക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇവനെ എടുത്ത് കളിക്കുമ്പോൾ തിരിച്ചിടാൻ ഭയങ്കര പാടാണ്. അപ്പം ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ എല്ലാം കൂടി വാരി അതിനകത്ത് ഇട്ടിട്ട് അടയ്ക്ക് അവിടെ മടക്കി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞല്ലോ. പിന്നെ അങ്ങനെ പുറത്തങ്ങനെ വൃത്തികേടൊന്നും അല്ല. എനിക്കിങ്ങനെ കളിക്കുന്ന സാധനം കളി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇങ്ങനെ വലിച്ചു വാരി ഇടുന്നത് അവിടെ ഇടുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണ്. ഇപ്പം പിന്നെ കുറച്ചും കൂടി അധികമാണ് അങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പം പിന്നെ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നത് അടപ്പ് വേണം. കാരണം ഈ തുറന്നിട്ട് ആകുമ്പോൾ നമുക്കൊരു വൃത്തി കിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ ഈ ബോക്സ് ഓർഡർ ചെയ്തു. ഇത് ഓർഡർ ചെയ്തിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ ആരോ പറഞ്ഞു എനിക്ക് ക്വാളിറ്റി കുറച്ച് കുറവായിരുന്നു, അത്ര ക്വാളിറ്റി ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇത്ര ക്വാളിറ്റി പോലും പ്രതീക്ഷിക്കാത്തത് കൊണ്ടാണെന്നറിയില്ല, എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നിയത്. കാരണം ഫോൾഡ് ചെയ്യാൻ പറ്റും, നല്ല ഞാൻ വിചാരിച്ചതിനെക്കാളും നല്ല ക്വാളിറ്റിയാണ്. ഹൈറ്റ് ഉണ്ട്, വിത്ത് ഉണ്ട്, ലെങ്ത് ഒക്കെ നല്ലതാണ്. ആകെ വലിയൊരു അറയാണ്. അവൻ്റെ ഒരുപാട് 2 സഞ്ചിയിൽ നമ്മൾ നിറച്ച് വെച്ച ടോയ്സ് അതിനകത്ത് ഒരു 1/4 ഭാഗം പോലും ആയിട്ടില്ല. അപ്പോൾ ഇനി അത്ര കുറേ സ്പേസ് ഉണ്ട്, നല്ല സ്പേഷ്യസ് ആണ്. അതാണ് മെയിൻ കാര്യം. പിന്നെ 2 സൈഡിൽ ക്യാരിങ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, അടപ്പുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോയ്സ് ആയിക്കോട്ടെ ലോണ്ടറി ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ചിലവരുണ്ടല്ലോ ഈ ഷെൽഫിലൊക്കെ വാരിക്കുത്ത് നിറച്ചിട്ട് സ്ഥലമില്ലാണ്ട് നിൽക്കുമ്പോൾ നമ്മൾ വീട്ടിലിടുന്ന ഡെയിലി വെയറൊക്കെ മടക്കി വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇതാകുമ്പോൾ നമുക്ക് നോക്കി ഇതൊക്കെ ഇങ്ങനെ എടുക്കാമല്ലോ. അത് അടിപൊളി. പിന്നെ മിന്നും വാങ്ങിയിട്ടുണ്ട് സെയിം പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ട് 195 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. സൈഡിൽ ഞാൻ റേറ്റ് കൊടുക്കാം. ആ ഒരു റേറ്റിന് ഭയങ്കര വേർത്താണ്, അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇത് ഞാൻ ആദൂസിനെ വാങ്ങിച്ചതാണ്. ഇത് കോംബോ സെറ്റാണ്. ഇത് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കണ്ടതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഇതാ ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ സൈഡിൽ ഞാൻ വീഡിയോ കൊടുക്കാം, അൺബോക്സിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാ 2 ബോക്സാണ് വരുന്നത്. ഇത് ഒന്ന് ഈ ചെറിയ ബോക്സും ഒന്ന് വരുന്നത്. ഇത് 2 കോംബോ ആയിട്ട് വരുന്നതാണ്. ഇതും ആക്ച്വലി ഞാൻ ആദൂസിൻ്റെ ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ ഇങ്ങനെ ഡ്രോയർ പോലത്തെ ഒരു ബോക്സ് ഉണ്ട് ആമസോണിൽ, അത് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇപ്പം അവൻ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ ഡ്രസ്സ് വീട്ടിൽ നിന്ന് ഡെയിലി വെയർ വാങ്ങിയിട്ട് കാര്യമില്ല. കാരണം ഇവിടുത്തെ
ഉപ്പ് ക്ലോറിൻ വാട്ടറാണ്, പിന്നെ കുഴൽക്കിണറിലെ വെള്ളമാണ്. അപ്പോൾ നമുക്ക് വേഗം ഡ്രസ്സ് നരച്ചു. അതുകൊണ്ട് ഞാനിവനെ ഒരുപാട് ഡെയിലി വെയർ അങ്ങനെ വാങ്ങാറില്ല. കാരണം എന്ന് വെച്ചാൽ വാങ്ങിയിട്ട് കാര്യമില്ല, അതൊക്കെ നശിച്ചു പോകും. പിന്നെ ഞാൻ അധികം ചെയ്യാറ് നാട്ടിൽ പോകുന്ന സമയത്ത് മീഷോന്നോ അല്ലെങ്കിൽ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ ആമസോണിന്നോ ഡെയിലി വെയർ കുറച്ച് വാങ്ങിയിട്ട് അങ്ങനെ നാട്ടിൽ പോകുമ്പോൾ എടുക്കുക. കാരണം ഇവിടുന്ന് നമ്മൾ നല്ല ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം കുട്ടികളെ നമ്മളിപ്പം കുറേ സമയം ഇട്ട് കൊടുക്കാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും, വാഷ് ചെയ്യേണ്ടി വരും, അങ്ങനെ വരുന്നതുകൊണ്ട്. അപ്പോൾ വലിയ ഡ്രോയറിൻ്റെ ആവശ്യമില്ല. ഒരുപാട് കാര്യങ്ങളൊന്നും അവനിപ്പം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ നല്ല ഡ്രസ്സൊന്നും ഇങ്ങോട്ടേക്ക് എടുക്കാറില്ല, എല്ലാം നാട്ടിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവൻ്റെ കുറച്ച് നല്ല ഡ്രസ്സും അതുപോലെ തന്നെ ഡെയിലി വെയർ ഇട്ടൊക്കെ ഇത് ഭയങ്കര എന്താ പറയുക ധാരാളമാണ്. കാരണം വലിയ ഡ്രോയറാകുമ്പോൾ നമുക്ക് അതിനകത്തൊക്കെ വെക്കാനുണ്ട്, ഇല്ലയെന്നല്ല, നമുക്ക് അത്രയും അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല തൽക്കാലത്തേക്ക്. ഇപ്പം കുറച്ച് ടോഡലർ ലെവലൊക്കെ ആകുമ്പോൾ നമുക്ക് അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഓർഡർ ചെയ്ത് നോക്കിയതാണ്. പരീക്ഷണമായിരുന്നു, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാമെന്ന് വെച്ചാൽ. പക്ഷെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ മറ്റേ ബോക്സിൻ്റെ അതേ ക്വാളിറ്റിയും കാര്യങ്ങളാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ ആ ഒരു പ്രൈസിന് എനിക്കൊന്ന് 200 സംതിങ് ഇനി ഇതിനും പ്രൈസ് വരുന്നത് 200 എനിക്ക് ഓർമ്മയില്ല. ആ ഒരു റേറ്റിന് ഇത് അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. പിന്നെ ഈ ഒരു ബോക്സിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. നമുക്കിപ്പോൾ ഉള്ളിലൊക്കെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ വലിച്ചെടുക്കാനും അല്ല സൈഡ് പിടിച്ചെടുക്കണമെന്നില്ല. പിന്നെ ഇതുണ്ട് ഇങ്ങനെ പറിക്കുന്ന ടൈപ്പ് അടപ്പുണ്ട്. ഇതിപ്പോൾ ഞാൻ ആ ദിവസം കുറച്ച് ടവലും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട്, പിന്നെ അവൻ്റെ വൈപ്സ്, പിന്നെ അവൻ്റെ ഡെയിലി പോകുമ്പോഴുന്ന ക്യാപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഇപ്പം വെച്ചിട്ടുള്ളത്. മെയിനായിട്ട് അവന് വേണ്ടത് ടവൽ, അതായത് കർച്ചീഫും പിന്നെ വൈപ്സ്, ക്യാപ്പ്, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടവല്, കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ടവല്, അങ്ങനത്തെയൊക്കെ ഇട്ട് വെക്കാറുണ്ട്. പിന്നെ ക്ലോത്ത് ഡയപ്പറൊക്കെ ഇട്ട് വെക്കാൻ ഇത് ധാരാളമാണ് ഇപ്പോൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ മറ്റേതിൽ ഞാൻ അവൻ്റെ ഡെയിലി വെയർ മാത്രമേ വെച്ചിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് വെക്കാൻ ഞാൻ ഓൾറെഡി ഇവിടെ എനിക്കൊരു ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര വേർത്തായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. നല്ല ഞാൻ സെയിം കളർ നോക്കിയെടുത്തത്, രണ്ടിനും ഒരുപോലത്തത്. പിന്നെ ഇതാ ഡാമേജും കാര്യങ്ങളും ഒന്നുമില്ല, അടിപൊളിയാണ്. ഇതിപ്പോൾ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നല്ല ഫോൾഡ് ചെയ്ത് മടക്കി ഇതിൻ്റെ അടിയിലെ സാധനം മടക്കി നമുക്ക് കവറിലിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ മീഷോന്ന് റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയും സാധനം വന്നതിൽ എനിക്ക് 2 പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞത് എക്സ്ചേഞ്ചിന് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് നല്ല പ്രൊഡക്റ്റാണ്. അപ്പം ഞാൻ വീഡിയോ വെറുതെ വലിച്ചു നീട്ടുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. മാക്സിമം ഞാൻ ഷോർട്സിലായിരിക്കും വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. ബൈ.